പെൻറ്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എനർജി ബ്ലോക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ മക്കൾ നേരിടുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ മക്കളും നിങ്ങളും തമ്മിലുള്ള എനർജിയിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും മക്കളുടെ കാര്യം വരുമ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോഴെങ്കിലും മനസ്സിൽ വല്ലാത്തൊരു ഭാരവും ആശയക്കുഴപ്പവും ഒക്കെ വരാറുണ്ട്. അതൊരു സാധാരണ കാര്യമാണ്. അവരെ നന്നായി വളർത്തണം, അവരുടെ ഭാവി സുരക്ഷിതമാക്കണം എന്നൊക്കെ കരുതി നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ചിലപ്പോൾ അവർക്ക് മനസ്സിലാകാതെ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴോ വല്ലാത്തൊരു ഭാരവും നിരാശയും ഒക്കെ നമുക്ക് തോന്നാം. നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് തെറ്റിപ്പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഒരു അകൽച്ചയാകുമോ, നമ്മുടെ കുട്ടികൾ നമ്മളെ വിട്ടകന്നു പോവുകയാണോ മാനസികമായിട്ടെങ്കിലും എന്ന ഭീതി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അച്ഛനും അമ്മയും ഒക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ, മക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഉള്ള എനർജി ബ്ലോക്ക്, നിലനിൽക്കുന്ന എനർജി ബ്ലോക്ക് എന്താണ്? Two of Pentacles, King of Cups, Eight of Wands, Four of Swords, Ace of Pentacles, Three of Pentacles, Knight of Wands, Five of Pentacles, Ten of Wands, Lovers and Five of Swords. ഉയർത്തി വയ്ക്കാം താഴെയുള്ള സെറ്റ് കാർഡുകൾ നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാമല്ലോ. ഓക്കെ, ഇപ്പോൾ റീഡിങ് തുടങ്ങുന്നതിന് മുൻപ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന എനർജി വളരെ ശക്തമായ എനർജിയാണ്. പക്ഷെ ഇത് ഒരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ തന്നെ പറയേണ്ടതുണ്ട്. അതായത് ഈ റീഡിങ്ങിൽ ഇത് കാണുന്ന ആളുകളുടെ മക്കൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കാം, മുതിർന്ന ആളുകളായിരിക്കാം, ഒരുപാട് പ്രായമുള്ള ആളുകളായിരിക്കാം. അങ്ങനെ പല വ്യത്യസ്തമായ ആളുകളിലുള്ള മാതാപിതാക്കൾ, പ്രായത്തിലുള്ള ആളുകൾ കാണുന്നതനുസരിച്ച് അവരുടെ മക്കളുടെ പ്രായവും വ്യത്യാസവും ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും അവരുമായി ബന്ധപ്പെട്ട എനർജിയും തടസ്സങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തങ്ങളായ എനർജി ഇതിലുണ്ടാകും. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ പറ്റി ഇതിൽ സൂചിപ്പിക്കുമ്പോൾ അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ബാക്കിയുള്ളത് വേറെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട എനർജി ആയിരിക്കും എന്നത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുക. കാരണം വിവിധ പ്രായമുള്ള കുട്ടികളുടെയും വിവിധ പ്രായത്തിലുള്ള അച്ഛനമ്മമാരുടെയും വ്യത്യസ്തങ്ങളായ എനർജീസ് ഈ റീഡിങ്ങിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അവരവർക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ഇതിൽ പറയപ്പെടുകയാണെങ്കിൽ അത് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഈ കാർഡുകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിലെ ആകെ തുകയാണ് ഇതിൽ തെളിഞ്ഞു വരുന്നത്. ഒരേ സമയം പല കാര്യങ്ങൾ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് മനസ്സിന് ഒട്ടും വിശ്രമം കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഒരു വശത്ത് മക്കളുടെ കാര്യങ്ങൾ, മറുവശത്ത് സ്വന്തം ജീവിതവും സാമ്പത്തികവും ഒക്കെ നോക്കുമ്പോൾ മനസ്സ് വല്ലാതെ തളർന്നു പോകുന്നുണ്ടെന്നാണ് ഇതിൽ വന്നിരിക്കുന്ന എനർജിയുടെ ഒരു ആകെ തുക. നമുക്കിതിനെ രണ്ട് രീതിയിൽ നോക്കിക്കാണാം. ചെറിയ കുട്ടികൾ ഉള്ള മാതാപിതാക്കളുടെ കാര്യവും അതുപോലെ തന്നെ മക്കൾ മുതിർന്നവരാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. ആദ്യം ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കാർഡുകൾ കാണിക്കുന്നത് ഒരു വലിയ ആശയക്കുഴപ്പവും ഓട്ടവുമാണ്. കുട്ടികളുടെ പഠിത്തം, അവരുടെ വാശികൾ, എപ്പോഴും മൊബൈലിൽ നോക്കിയിരിക്കുന്ന സ്വഭാവം, ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കും എന്നോർത്ത് വല്ലാത്തൊരു ടെൻഷൻ മനസ്സിലുണ്ട്. കുട്ടികൾ പെട്ടെന്ന് മാറണം, അവർ കാര്യങ്ങൾ അനുസരിക്കണം എന്നൊക്കെ കരുതി നമ്മൾ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ വരുന്നത് വല്ലാത്തൊരു മാനസിക മടുപ്പാണ്. അവരെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ വേണ്ടി നിങ്ങൾ എപ്പോഴും ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരുന്നത് ദേഷ്യമായിട്ടാണ്. അത് കുട്ടികളിൽ ഒരു അകൽച്ച ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ ഭാവിക്കായിട്ട് മാറ്റിവെക്കാൻ ആവശ്യത്തിന് സമ്പാദ്യമുണ്ടോ എന്ന ഭയവും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് കാരണം ഒരുപാട് ചിന്തിച്ചു കൂട്ടി ഒന്നും ചെയ്യാൻ തോന്നാത്ത വിധം ഒരു എനർജി ബ്ലോക്ക് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ആകെ ഉണ്ട് എന്നൊരു സൂചനയാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ മുതിർന്ന മക്കളുള്ള ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ ഒരവസ്ഥയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് അനുഭവപ്പെടുന്നത് എന്ന് നോക്കിയാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് വല്ലാത്തൊരു സങ്കടവും ഒറ്റപ്പെടലുമാണ് എന്നാണ്. അതിന് കാരണവുമുണ്ട്. മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടാത്തതോ, അതായത് അവർക്കൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം ഇല്ലാത്തത്, അവരുടെ വിവാഹം നടക്കാത്തത്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ.
അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ലാത്തതായിട്ട് കാണുമ്പോൾ, അത് അങ്ങനെയുള്ള പല കാരണങ്ങളും നിങ്ങളെ ബാധിക്കുന്നുണ്ട്. അവരെ സഹായിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പോലും ഒരുപക്ഷെ അവരുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമായി അവർക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ അവരുടെ തിരക്കുകളിലൊക്കെ പെട്ട് അവർക്ക് ഒരു കിങ് ഓഫ് കപ്സിനെ പോലെ ഒരു കണിശക്കാരായ രീതിയിൽ വൈകാരികമായി ഒരു കൂടുതൽ നിങ്ങളോട് ഇടപെടാതെ മാറുമ്പോൾ, അവർക്ക് മാറ്റം വരുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിലേക്ക്, നിങ്ങൾ പുറത്താക്കപ്പെട്ട പോലെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്. അതായത് ഇങ്ങനെയൊരു എനർജി നിലനിൽക്കുമ്പോൾ, നിങ്ങളെ അവർ മാറ്റി നിർത്തുന്നു എന്നൊരു തോന്നൽ ഉള്ളിൽ വരുമ്പോൾ വല്ലാത്തൊരു ഈഗോയും പിടിവാശിയും അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്കും കടന്നുകൂടുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു ചിന്ത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മക്കളുമായി അനാവശ്യമായ വാദപ്രതിവാദങ്ങളും കുടുംബത്തിൽ സമാധാനക്കേടും ഉണ്ടാവുന്നുണ്ട്. പല കാര്യങ്ങളും മക്കളോട് സംസാരിക്കുന്നത് അവർ പണ്ട് അവർക്കുണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലല്ല അവരിപ്പോ എടുക്കുന്നത്. ആരും നിങ്ങളെ സഹായിക്കാനില്ലാത്തതുപോലെ എല്ലാ ഭാരവും ഒറ്റയ്ക്ക് ചുമക്കുകയാണെന്ന ഒരു ചിന്ത നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് സാഹചര്യത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പെട്ടെന്ന് നടന്നില്ലെങ്കിലും അതിനുള്ളൊരു പുതിയ തുടക്കം മുന്നിലുണ്ടെന്നാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മക്കളുടെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ തലയിൽ മാത്രം വെച്ച് സ്വയം ശിക്ഷിക്കുന്നത് നിർത്തുക എന്നതാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ എപ്പോഴും ഉപദേശിച്ചുകൊണ്ട് അവരുടെ പുറകെ നടക്കുന്നതിന് പകരം അവരോടൊപ്പം അല്പസമയം കളിച്ചും ചിരിച്ചും കുറച്ച് സമയം ചെലവഴിക്കാൻ നോക്കുക. അതായിരിക്കും നല്ലത്. എന്താണ് ആ കാര്യത്തിൽ, ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. ട്രസ്റ്റ് യുവർ ഗട്ട്, യുവർ ബോഡി നോസ് ദ ട്രൂത്ത്, ട്രസ്റ്റ് യുവർ ഗട്ട് ഫീലിംഗ്. അതായത് നിങ്ങൾക്ക് ആ കുട്ടികളോട് ഇടപഴകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് വിഷയമാണ് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതെങ്കിലും അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന അനുസരിച്ച് ചെയ്യുക. നിങ്ങൾക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നാണ് പറയുന്നത്. അതുപോലെ ചെയ്യാനാണ് പറയുന്നത്. ഡിവൈൻ വിസ്ഡം ഫ്ലോസ് ത്രൂ യുവർ ഇൻറ്റ്യൂഷൻ. കണ്ടോ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കറിയാം. ട്രസ്റ്റ് ആൻഡ് ആക്ട് ഓൺ ഇറ്റ്, അത് കൺഫേം ചെയ്യുകയാണ്. സോൾ കണക്ഷൻ, കണക്ട് ഡീപ്ലി വിത്ത് യുവർ സോൾ ആൻഡ് ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. നിങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളെ, എന്താണ് നിങ്ങളുടെ വിഷമം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളെ മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാവുകയും ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുകയും സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ മറ്റൊരാളുടെ വിഷയത്തെ ഏറ്റെടുത്ത് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള കപ്പാസിറ്റിയിലേക്ക് നമ്മൾ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ എനർജി ബ്ലോക്ക് അത് നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ആ ഉത്തരവാദിത്വം കുട്ടികളെ ഏൽപ്പിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ വിഷയം എന്താണെന്ന് നോക്കി നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ആ മാറ്റങ്ങൾ കുട്ടികളിലും കാണാൻ സാധിക്കുമെന്നുള്ളതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. നോക്കാം, മൈൻഡ് ആൻഡ് ഹാർട്ട് ഹാർമണി. കണ്ടോ, നിങ്ങളുടെ മനസ്സും അവരുടെ ഹൃദയം. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹീൽ ചെയ്താൽ ഹൃദയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ആ ഒരു സമാധാനത്തിലേക്ക് എത്താൻ സാധിക്കും. വെൻ മൈൻഡ് ആൻഡ് ഹാർട്ട് അലൈൻ, യുവർ ഇൻറ്റ്യൂഷൻ ബിക്കംസ് ക്രിസ്റ്റൽ ക്ലിയർ. ഇത് നമ്മുടെ കാര്യത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് അവരിലേക്കും എത്തിപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി മുതിർന്ന കുട്ടികളുടെ തീരുമാനങ്ങളാണെങ്കിൽ, മുതിർന്ന മക്കളുള്ള ആളുകൾക്ക് അവരുടെ തീരുമാനങ്ങളെ മാനിച്ചുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടാൻ കുറച്ചൊക്കെ നമ്മൾ തയ്യാറാകണം. അത് കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്രയും നാൾ അവരെ വളർത്തിയത്, എല്ലാ കാര്യങ്ങളും ചെയ്തത് നമ്മളാണ്. അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് പ്രധാനം. ഡിവൈൻ ഇന്റർവെൻഷൻ ഈസ് അറ്റ് വർക്ക്, യുവർ ഇൻറ്റ്യൂഷൻ ഈസ് ദ മെസ്സേജ്. അപ്പോ ദൈവം എന്തായാലും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഓരോ സമയത്തും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ വഴി നടത്താൻ ദൈവം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും സംഭവിക്കും. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ വിഷമിക്കുന്നത്, ആ വിഷമത്തെ, ആ മനസ്സിനുള്ള മുറിവിനെ നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് തയ്യാറായാൽ തീർച്ചയായിട്ടും ഡിവൈൻ ഇന്റർവെൻഷനിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ആ ഒരു ഡിവൈൻ സഹായം, ഹെൽപ്പ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായിട്ട് സമയം മാറ്റിവെക്കുക. സന്തോഷമായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ കുടുംബത്തിലേക്കും നിങ്ങളിലേക്കും ഒക്കെ എത്തുള്ളൂ. ഓക്കെ, അപ്പോ എന്താണ്, മുതിർന്ന മക്കളുടെ കാര്യത്തിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. മുതിർന്ന മക്കളുടെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല എന്ന് കരുതിയാണോ നിങ്ങൾ വിഷമിക്കുന്നത്? അങ്ങനെയെങ്കിൽ അതിനെന്താണ് യൂണിവേഴ്സ് പറയുന്നത്? ഏൻഷ്യൻ നോളജ്, ടാപ്പ് ഇൻ ടു ദ വിസ്ഡം ഓഫ് ദ ഏൻഷ്യൻസ്, ദെയർ നോളജ് ഗൈഡ്സ് യു നൗ. ഈ കാർട്ട് ഏൻഷ്യൻ നോളജ് എന്ന് പറഞ്ഞ എനർജി പറയുന്നത് എന്താന്ന് വെച്ചാല്, മുൻ തലമുറകളിലൊക്കെ
പഴയ കാലത്തെ അച്ഛനമ്മമാരൊക്കെ മക്കളെ വളർത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? അവർ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. പക്ഷെ മക്കളുടെ ഓരോ ചുവടിലും കയറി ഇടപെടുകയോ അവരുടെ ഭാവിയെ ഓർത്ത് സ്വന്തം ആരോഗ്യം കളഞ്ഞെപ്പോഴും ടെൻഷൻ അടിക്കുകയോ ചെയ്തിരുന്നില്ല. സാമ്പത്തികമായ സാഹചര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നിരിക്കാം. പക്ഷെ പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ, മക്കൾക്ക് ഒരു പ്രായമാകുമ്പോൾ കാര്യങ്ങൾ സ്വന്തമായി നേരിടാനും ജീവിതം എന്താണെന്ന് അനുഭവിച്ചറിയാനും അവർ വിട്ടുകൊടുക്കുമായിരുന്നു. ആ ഒരു പഴയ ജ്ഞാനമാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പകർത്തേണ്ടത്. മക്കൾക്ക് ഇപ്പോൾ നേരിടുന്ന തടസ്സങ്ങളും പരാജയങ്ങളും ഒക്കെ അവരെ ശക്തരാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നൽകുന്ന ജീവിത പാഠങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഉള്ളൊരുക്കി വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: യൂണിവേഴ്സിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും പൂർണ്ണമായി വിശ്വസിക്കുക. ആ പഴയകാല മനുഷ്യരെ പോലെ മനസ്സ് ശാന്തമാക്കി വയ്ക്കുക. മക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ഉള്ളിലെ ആ വിവേകത്തിന് സാധിക്കും. അനാവശ്യമായ ആശങ്ക മാറ്റിവെച്ച് അവരെ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. അവരുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. അച്ഛനമ്മമാരെ, അതായത് നിങ്ങളെ തീർത്തും അവഗണിച്ചുകൊണ്ട് വേറെ ആരുടെയെങ്കിലും ഒരു വലയത്തിൽ എന്തെങ്കിലും തെറ്റായ രീതി തീർത്തും നീതിരഹിതമായി പെരുമാറി നിൽക്കുന്ന മക്കളെ കുറിച്ച് ഓർത്താണോ നിങ്ങളുടെ വിഷമം? സീയിങ് ബിയോണ്ട്, ലുക്ക് ബിയോണ്ട് ദ ഒബ്വിയസ്, ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ടു റിവീൽ ഡീപ്പർ ഇൻസൈറ്റ്സ്. അങ്ങനെ നിങ്ങളോട് നീതിയില്ലാതെ പെരുമാറുന്ന മക്കളെ പറ്റി ഓർത്താണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സ് പറയുന്നത് കാഴ്ചകൾക്കപ്പുറത്തേക്ക് നോക്കൂ എന്നാണ്. അതായത് പുറമേക്ക് കാണുന്ന ഈ അവഗണനയും കുറ്റപ്പെടുത്തലുകളും കണ്ട് നിങ്ങൾ വല്ലാതെ തളർന്നു പോകരുത്. നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെയും ഉൾക്കാഴ്ചയെയും ഉണർത്താനാണ് ഈ കാർഡ് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും മക്കൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത് അവരുടെ ഉള്ളിലെ ചില മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ ചില ചിന്താഗതികൾ തലയിൽ കയറിയത് കൊണ്ടോ ആകാം. അവർ നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ തിരിച്ച് അവരോട് ദേഷ്യപ്പെടാനോ വഴക്കിടാനോ അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തി സങ്കടപ്പെടാനോ നിൽക്കരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് മറ്റൊരു തർക്കത്തിലേക്കേ വഴിമാറും. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ശക്തി പുറത്തെടുക്കേണ്ടത്. മക്കൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളെ ഓർത്ത് നിങ്ങളുടെ സമാധാനം കളയാതിരിക്കുക. ചിലപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കാം. പക്ഷെ മനസ്സിലാക്കും. യൂണിവേഴ്സ് അതിനുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കും. ജീവിതത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ സത്യം എന്തെന്ന് അവർ സ്വയം തിരിച്ചറിയുന്ന ഒരു കാലം വരും. ഒരു അച്ഛനമ്മയും മക്കൾ ബുദ്ധിമുട്ടണമെന്ന് ആഗ്രഹിക്കില്ല. നിങ്ങളും അങ്ങനെ ആഗ്രഹിക്കണമെന്നല്ല. പക്ഷേ എന്ത് വലയത്തിനുള്ളിലാണോ അവർ പെട്ടിരിക്കുന്നത് അതിന്റെ ഒരു സത്യാവസ്ഥ അവർ തിരിച്ചറിയണമല്ലോ. ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് നിങ്ങളെ ബോധ്യപ്പെടും. അതുവരെ നിങ്ങളുടെ മനസ്സ് ശാന്തമായി വെക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നിന്നും മാനസികമായി കുറച്ചൊന്ന് മാറി നിൽക്കാൻ നിങ്ങൾ ശീലിക്കുക. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോവില്ല. അതായത് നിങ്ങളുടെ യൂണിവേഴ്സ്, നിങ്ങളുടെ പ്രപഞ്ചം, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഒരിക്കലും നിങ്ങളെ തനിച്ചാക്കില്ല. പ്രകൃതി നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. നിങ്ങളെ സ്നേഹിക്കുന്ന പരിഗണിക്കുന്ന ആളുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. മനസ്സ് കൈവിട്ടു പോവാതിരിക്കുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാലം ഉണക്കാത്ത മുറിവുകളില്ല. അവർക്ക് നല്ല ഒരു ഉണർവുണ്ടാവുകയും തിരിച്ചറിവുണ്ടാവുകയും ബുദ്ധി തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉറപ്പായും മാറ്റങ്ങൾ വരും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, മക്കളുമായി ബന്ധപ്പെട്ട് ഈ വിഷമങ്ങൾ ഉണ്ടാകാൻ എന്താണ് കാരണം? Heart vision, achievement, I welcome, growing, openness. ഈ കാർഡുകളിലൂടെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സ് കാണിക്കുന്ന ചില മടിയും നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന രീതിയുമാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്നാണ്. അതായത് നമ്മൾ പലപ്പോഴും മക്കളെ കാണുന്നത് നമ്മുടെ മാത്രം കണ്ണുകളിലൂടെയാണ്. അവർ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കണം, നമ്മൾ പറയുന്നത് പോലെ മാത്രം കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന് അവരെ കാണാനാണ് ഈ കാർഡുകൾ ആവശ്യപ്പെടുന്നത്. കുട്ടികൾ ചെറുതാണെങ്കിൽ അവരുടെ കുറുമ്പുകൾക്കും വാശികൾക്കും അപ്പുറത്ത് അവരുടെ ഉള്ളിലെ ആ നിഷ്കളങ്കതയെ കാണാൻ നമുക്ക് സാധിക്കണം. മുതിർന്ന മക്കളാണെങ്കിൽ അവർ മറ്റുള്ളവരുടെ സ്വാധീനത്തിൽപ്പെട്ട് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ പോലും അങ്ങനെയുള്ള കേസസിൽ അവരുടെ ആ തെറ്റായ പെരുമാറ്റത്തിന് പിന്നിൽ അവരുടെ ഉള്ളിൽ കിടക്കുന്ന എന്തോ ഒരു അസ്വസ്ഥതയോ ആശയക്കുഴപ്പമോ ഉണ്ടെന്ന് തിരിച്ചറിയാൻ ഒരു മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ. പുറമെയുള്ള കാര്യങ്ങൾ മാത്രം കണ്ട് ദേഷ്യപ്പെടാതെ സ്നേഹത്തോടെ അവരുടെ മനസ്സ് കാണാൻ ശ്രമിക്കാത്തതാണ് ആദ്യത്തെ തടസ്സം. മറ്റൊരു പ്രധാന കാരണം, മക്കളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടവും അവർക്കും നിങ്ങൾക്കുമുള്ള ഒരു വളർച്ചയുടെ സമയമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്.
ചെറിയ കുട്ടികൾ വളരുമ്പോൾ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതുപോലെ മുതിർന്ന മക്കൾ സ്വന്തമായി ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തനിച്ചൊരു വ്യക്തിയായി മാറാൻ ശ്രമിക്കുകയാണ്. ഈ വളർച്ചയെ അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് തയ്യാറാകുന്നില്ല. മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ വല്ലാതെ പരിഭ്രാന്തരാകും. അവർ നമ്മളിൽ നിന്നും അകന്നു പോകുമോ എന്ന ഭയം കാരണം നമ്മൾ കൂടുതൽ നിയന്ത്രണങ്ങൾ വെക്കാൻ നോക്കും. ജീവിതം അതിന്റെ ഒഴുക്കിൽ പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ എനർജി ബ്ലോക്കുകൾ ഉണ്ടാവുന്നത്. മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികൾ അവരെ കൂടുതൽ ശക്തരാക്കാനും കാര്യങ്ങൾ പഠിച്ചെടുക്കാനും വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കി മാതാപിതാക്കളായ നമ്മൾ അവരെ വിശ്വസിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ വേണ്ടത് ഏറ്റവും വലിയൊരു ഒരു ചേഞ്ച് നിങ്ങൾ വരുത്തേണ്ടത് പഴയ ചില ചിന്തകളെയും സങ്കടങ്ങളെയും മനസ്സിൽ നിന്നും ഒഴുക്കിക്കളഞ്ഞ് പുതിയ മാറ്റങ്ങൾക്കായി മനസ്സ് തുറന്നു വെക്കുക. മുൻപ് മക്കൾ നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നിട്ടുണ്ടാവില്ല. അതോർത്ത് എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയോ സ്വന്തം മനസ്സ് നശിപ്പിക്കുകയോ ചെയ്യരുത്. ഇനി അവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല അവസരങ്ങൾ, ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ജീവിതം, ഒരു സൗഖ്യം അതുണ്ടാവുന്നില്ല എന്നതാണെങ്കിലും അതിന് നിങ്ങളെയോ അവരെയോ കുറ്റപ്പെടുത്തുകയല്ല, അതിന് വിഷമിക്കുകയല്ല, നഷ്ടത്തെപ്പറ്റി ലഭിക്കാത്തതിനെ പറ്റി ഓർക്കുകയല്ല വേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് പോവുക, നമ്മൾ നന്ദിയുള്ളവരാവുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കുമെന്ന പ്രപഞ്ചത്തിന്റെ നിയമത്തിൽ വിശ്വസിക്കുക. ചെറിയ കുട്ടികളുള്ളവരാണെങ്കിൽ അവരെ സ്നേഹത്തോടെ സ്വതന്ത്രമായി വളരാൻ അനുവദിക്കണം. മുതിർന്ന മക്കളുടെ കാര്യത്തിൽ വല്ലാതെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന മാതാപിതാക്കൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പഴയ കാലത്തെ കൈപ്പേറിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള ആകുലതകൾ, മക്കൾ നല്ലതാണ്, പക്ഷെ അവർക്കുള്ള ക്ലേശത്തെ പറ്റി ഓർത്ത് നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്. ആ വിഷമകരമായ സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല കാര്യങ്ങളെ, നിങ്ങളുടെ മക്കൾക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ പറ്റി നന്ദിയുള്ളവരായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും. നിങ്ങളുടെ മനസ്സ് എപ്പോൾ ശാന്തമാകുന്നു, എപ്പോൾ നിങ്ങൾ അവരോട് ഉള്ള അനാവശ്യ പിടിവാശികൾ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ആകുലതകൾ മാറ്റിവെക്കുന്നു, അപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ആ പഴയ പോസിറ്റീവ് എനർജി തിരികെ വരും. ഓക്കെ, ഇത് എന്ത് തന്നെ കാര്യങ്ങളാണെങ്കിലും അത് സംഭവിക്കുന്നത് യൂണിവേഴ്സിന്റെ താല്പര്യപ്രകാരമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലൈഫിൽ വരുത്തേണ്ട മാറ്റം എന്ന് നമ്മൾ കണ്ടു. ഒരു കാര്യം കൂടി ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ അല്ലാത്തൊരു വിഷമത്തിൽ ഇവിടെ നിന്ന് ഇത് കണ്ട് ഇറങ്ങി പോവേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ തടസ്സം, ആ വിഷമം, ആ സാഹചര്യം, ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും അത് പോസിറ്റീവായിട്ട് മാറുന്നത് എത്ര നാൾക്കുള്ളിലായിരിക്കും? ദ വേൾഡ് കാർഡ് വന്നാൽ അതൊരു മേജർ ആർക്കാന കാർഡാണ്. ഒരു ചക്രം, ഒരു അധ്യായം അവസാനിക്കുന്നതിനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യം, നിലവിൽ നിൽക്കുന്ന ആ തടസ്സങ്ങൾ അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും ഈ സാഹചര്യം മാറി എല്ലാം ശുഭകരമാകാൻ ഇനി അധികം നാളുകൾ കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ്. അതായത് ഒരു ചക്രത്തിന്റെ പൂർത്തീകരണത്തെയാണ് യൂണിവേഴ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ കഷ്ടപ്പാടുകളുടെയോ അവഗണനയുടെയോ മാനസിക ബുദ്ധിമുട്ടുകളുടെയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയോ നിങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങളുടെയോ മക്കളും നിങ്ങളുമായുള്ള ബന്ധത്തിൽ വന്നിരിക്കുന്ന തടസ്സങ്ങളുടെയോ എല്ലാത്തിന്റെയും ഒരു അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ആ നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അവസാനിക്കാറായി. വരും ആഴ്ചകളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ ഇതിന്റെ പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങും. ഒരു വലിയ ഭാരം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഇറക്കി വെക്കാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു സൂചന, ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സൂചനയാണ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു 3 മാസത്തിനപ്പുറത്തേക്ക് അത് പോകാൻ സാധ്യതയില്ല. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളുടെയും മക്കളുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ നൽകിയിരിക്കുന്ന സൂചന. അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, എന്ത് തന്നെയാണെങ്കിലും ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ എഴുതി അറിയിക്കുമല്ലോ, കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.